സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പൈതൃകം സംരക്ഷിക്കപ്പെടണം. ഫ്രാൻസിസ് പാപ്പ, കാക്കനാട്. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ, ദൈവശാസ്ത്ര, ആധ്യാത്മിക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാംഗങ്ങൾ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. അതുല്യവും അമൂല്യവുമായ ചരിത്രാനുഭവങ്ങൾ സ്വന്തമായുള്ള സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചതും സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ മഹത്തായ പൈതൃകങ്ങളിൽ സഭാ അംഗങ്ങളെ ഉറപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഫ്രാൻസിസ് പാപ്പ പ്രസ്താവിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും മെത്രാന്മാരുടെ പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചതിനു ശേഷം വൈദികരും സമർപ്പിതരും അൽമായരും അടങ്ങുന്ന റോമിലുള്ള സീറോ മലബാർ സഭാംഗങ്ങളെ വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തി സഭ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയെ ഈ പൈതൃക സംരക്ഷണത്തിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ മാർപ്പാപ്പ, സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ഉത്തരവാദിത്വത്തോടെയും സുവിശേഷാത്മകമായ ധൈര്യത്തോടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും നേതൃത്വത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നേരിടാനാവും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൽ അടിത്തറയിട്ട് രൂപപ്പെട്ട സീറോ മലബാർ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന വിവിധ വെല്ലുവിളികളെ അനുസ്മരിച്ച പാപ്പ, പത്രോസിന്റെ സിംഹാസനത്തോട് ഈ സഭ എക്കാലവും പുലർത്തിയ വിശ്വാസത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങളെ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച മാർപ്പാപ്പ ഈ പ്രശ്ന പരിഹാരത്തിനായി നൽകിയ കത്തുകളെയും വീഡിയോ സന്ദേശങ്ങളെയും കുറിച്ച് പരാമർശിച്ചു. സഭയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ടുള്ളത് കേവലം ഒരു ഉപദേശമായി മാത്രം കണക്കാക്കാതെ അതൊരു കടമയാണെന്നും അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികന് ആ കടമ നിറവേറ്റുവാൻ പ്രത്യേക ഉത്തരവാദിത്വമുണ്ടെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന ഗുരുതരമായ അനാദരവ് കത്തോലിക്ക വിശ്വാസിയുമായി ചേർന്നു പോകുന്നതല്ലെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. സഭയിൽ ഐക്യം നിലനിർത്താനുള്ള ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് വർത്തിക്കാനും പ്രാർത്ഥിക്കാനും ആഹ്വാനം നൽകിയ മാർപ്പാപ്പ പ്രതിസന്ധികളിൽ നഷ്ടധൈര്യവും നിസ്സഹായരുമാകാതെ പ്രത്യാശയിൽ മുന്നേറാൻ ആവശ്യപ്പെട്ടു. കുടുംബാംഗങ്ങളുടെ രൂപീകരണത്തിനും വിശ്വാസ പരിശീലനത്തിനും സീറോ മലബാർ സഭ പുലർത്തുന്ന പ്രതിബദ്ധതയ്ക്ക് നന്ദി പറഞ്ഞ പാപ്പ, സഭയിലെ അജപാലന പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങളെയും ദൈവവിളി പ്രോത്സാഹനത്തെയും മുൻനിർത്തിയുള്ള എല്ലാ അജപാലന പ്രവർത്തനങ്ങളെയും താൻ പിന്തുണയ്ക്കുന്നതായും അറിയിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഫ്രാൻസിസ് പാപ്പ ഇന്നലെ തിങ്കളാഴ്ച ഇറ്റാലിയൻ സമയം രാവിലെ 7:45 തന്റെ ഓഫീസിൽ സ്വീകരിച്ചു. പെർമനന്റ് സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, യൂറോപ്പിലെ അപ്പോസ്തോലിക് വിസിറ്റേറ്ററിയും സഭയുടെ പ്രൊക്യൂറേറ്ററുമായ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.